നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജാരാംദാസ്. നന്ദനം ആർട്ടിസ്റ്റിക് അരീന എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്ന കണ്ടൻറ്റ് ബിഗ് ബോസ്, അതായത് ജനപ്രിയ പ്രോഗ്രാമായ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയാനാണേ. വേറൊന്നുമില്ല, ലഹളയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇന്നലെ ഒരു പുതിയൊരു ടാസ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് മണി പുറത്ത് പോയിട്ട് കാറിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ എടുത്തിട്ട് ഓടി വരിക. സമയത്തിനകത്ത് അകത്ത് വന്നില്ലെങ്കിൽ പൈസയും കിട്ടില്ല, ആളെ വിക്റ്റായി പോവും. എന്നിട്ട് അതിൽ 3 പേരെ സെലക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ആ 3 പേര് സെലക്ട് ആവാൻ പലരും പേടിച്ചിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, എനിക്ക് പോകണ്ട, കാരണം എനിക്ക് എത്രയും ദിവസം അധികം ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ടാസ്ക് ചെയ്താലും പോയാൽ സങ്കടമാവും. അതുകൊണ്ടായിരിക്കും തോന്നുന്നു എനിക്ക് എത്രയും ദിവസം ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അനീഷും ഷാനവാസും, നിവിന് പിന്നെ പോകാൻ പറ്റില്ല, നൂറ പിന്നെ 5-ലുണ്ടല്ലോ, അതുകൊണ്ട് നൂറയും പോയില്ല. ബാക്കി അനു എഴുന്നേറ്റ് നിന്നു, അക്ബർ ഉണ്ടായിരുന്നു, ആദിലുണ്ടായിരുന്നു. അനു പോകുമ്പോൾ പോലും, അതായത് അനു ഒരു പക്ഷേ തിരിച്ച് വരില്ല എന്ന് അറിഞ്ഞിട്ടാണ് എല്ലാവരെയും ഹഗ് ചെയ്തിട്ടാണ് അനു പോയത്. അനുവല്ല, എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ എന്നാലും അത്രയും വിഷമിച്ചിരിക്കുന്ന, അത്രയും അവരെ അനുവിനെ വിഷമിപ്പിച്ച ആളുകളുടെ ഇടയിൽ വീണ്ടും എല്ലാവരും വന്ന് ഹഗ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് എനിക്കത് വളരെ ഇഷ്ടമായി. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഞാൻ ഇനി തിരിച്ച് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തത്. അതുപോലെ അത് ചെയ്യുമ്പോൾ അവൾക്ക് നല്ല, എല്ലാവരും ഭയങ്കര സന്തോഷവതികളും സന്തോഷമാരുമായിരുന്നു. അതായത് അക്ബറൊക്കെ ഭയങ്കര കോപ്പറേഷനിലായിരുന്നു. അതായത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റേ ചെയ്യും, മറിച്ചേ ചെയ്യും. അതെനിക്ക് എന്തായാലും അവർ ഈ ലഹളയൊക്കെ കഴിഞ്ഞ് ഒന്നിച്ചല്ലോ, ഒരു ടാസ്ക് ചെയ്യുമ്പോഴെങ്കിലും ഒന്നിച്ചല്ലോ, അതൊരു നല്ല കാര്യം. എന്നിട്ടോ ആ ടാസ്കിൽ അനുമോള് തന്നെ വിജയിക്കുകയും ചെയ്തു. ഉണ്ടാരോ പറയില്ലേ, പണ്ടൊക്കെ എന്താണ് അപ്പപ്പോൾ കിട്ടും ചെയ്തതിൻ്റെ ബലം എന്നുള്ളത്. മുന്നൊക്കെ പിന്നെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ അപ്പോഴപ്പോഴാണ്. അതുകൊണ്ടാണ് അവൾക്ക് ആ ടാസ്കിൽ ജയിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ മനസ്സാക്ഷി പറയുന്നത് കേട്ടോ. എനിക്ക് അനു കപ്പടിച്ചാലും കുഴപ്പമില്ല, അക്ബർ കപ്പടിച്ചാലും കുഴപ്പമില്ല, നൂറ കപ്പടിച്ചാലും, ഷാനവാസോ മറ്റേ അനീഷോ ആര് കപ്പടിച്ചാലും എനിക്ക് ഒരുപോലെയാണ്. കാരണം അതിൽ ഡിസേർവ് ചെയ്യുന്ന ആളുകൾക്ക് കപ്പ് കിട്ടണമെന്നില്ല. പക്ഷേ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഈ വിഷമം. അത് കഴിഞ്ഞിട്ട് രാവിലെ പാവം അവൾക്ക് അനു അതിൽ വിൻ ചെയ്തു, അതിലെല്ലാവർക്കും അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ സൂര്യഭഗവാനെയൊക്കെ തൊഴുത് അവൾ ഒറ്റയ്ക്ക് വന്ന് ചെയറിലിരിക്കുകയായിരുന്നു. ഊഞ്ഞാലിരുന്നപ്പോൾ അനീഷ് കൂടെ വന്നു. അനീഷ് വന്ന് ചോദിക്കുന്നുണ്ട് അവളോട്, അല്ല അനു, നീ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം? നീ എപ്പോഴും നിന്നെ ഞാൻ കൂട്ടത്തോടെയും ഫ്രണ്ട്സിൻ്റെ കൂടെ കണ്ടിട്ടുള്ളൂ, കളിക്കുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു. ഇപ്പം നീ ഇങ്ങനെ ഒറ്റ ഇരിക്കുമ്പോൾ അത് മെൻ്റലി നിനക്കത് ഷോക്കാവും കേട്ടോ. നമുക്ക് ഫിസിക്കലി മാത്രമല്ല, അത് മെൻ്റലി പോലും ഷോക്കാവും. അപ്പോൾ അവിടെ പറയുന്നൊരു മറുപടി ഉണ്ട്, അനീഷേട്ടാ, നമ്മൾ എപ്പോഴും തനിച്ചാണെന്നുള്ളതിൻ്റെ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണ്ടത് നല്ലതാണ്. ഇപ്പോൾ വീട്ടിലായാലും ശരി, നമ്മൾ പിണങ്ങുമ്പോൾ മാറിയിരിക്കില്ലേ. പക്ഷേ നമ്മളെപ്പോഴും ഒറ്റയായിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ആദ്യം ആലോചിക്കണം. എപ്പോഴും നമ്മളെ കൂടെ ആളുകൾ ഉണ്ടാവില്ല. ഞാനത് യൂസ്ഡ് ആയിപ്പോയി. എനിക്ക് ഇന്നലത്തോടെ വിഷമമൊക്കെ മാറി, ഞാൻ കരഞ്ഞു തീർത്തു. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ അനീഷേട്ടൻ എന്നോട് മിണ്ടിയിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ബോധം അവൾക്കുള്ളിടത്തോളം കൊല്ലം അവൾ 100 ഡേയ്സ് അവിടെ നിൽക്കുന്നുള്ളതിന് യാതൊരു സംശയവും. അനീഷ് ഭയങ്കര പാവം, അങ്ങേരെ ഇന്നസെൻസി കൊണ്ട് പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസേ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമോ എന്നൊക്കെ. അത് എല്ലാവരും ചിലപ്പോൾ അതൊരു ഡ്രാമയായിട്ടായിരിക്കും കരുതുന്നത്, മിക്കവരും അങ്ങനെ കരുതിയിരിക്കും. പക്ഷേ എനിക്ക് അയാളെ ഇന്നസെൻസിയാണ് അവിടെ തോന്നിയത്. ഇന്നസെൻ്റായിട്ടാണ് ചോദിക്കുന്നത്, എനിക്ക് എത്രയും ദിവസം ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഈ ബിഗ് ബോസിനെയും ഇവിടെയുള്ള ആളുകളെയും, ഈ ബിഗ് ബോസ് ഹൗസും ഇവിടെയുള്ള ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വന്നിട്ട് ഷാനവാസ് അക്ബർ കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും പോയാലും അനീഷേട്ടൻ ഇവിടെ നിൽക്കുമെന്ന്. അങ്ങേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ നിൽക്കും, എനിക്ക് ഇഷ്ടമാണെന്ന്. കാരണം അത് ചിലരുടെ ഇഷ്ടമാണ്. കാരണം ചിലർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ ഇതിൽ ഒറ്റയ്ക്ക് കഴിയാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. അത് അങ്ങേരുടെ ഇഷ്ടമല്ലേ, അതിനെല്ലാവരും കളിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരാണ് പെർഫെക്റ്റ് ഉള്ളത്? അവിടെ ആരും 100% പെർഫെക്റ്റ് ആയിട്ട് ആ വീട്ടിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അക്ബർ എന്താ പറയുക, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ പർപ്പസ്ലി എല്ലാവരെയും കളിയാക്കുന്ന പോലെയാണ് എനിക്ക് അക്ബറിൻ്റെ വർത്തമാനം തോന്നുന്നത്. അക്ബർ മാത്രം ഒരു എല്ലാം തികഞ്ഞ ഒരാൾ, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും അറിയില്ല. അതിനിടയിൽ നമ്മളെ നെവിൻ വന്നിട്ട് അനുവിനോട് ലോഗ്യം കൂടുന്നുണ്ട്. അതായത് പാല് കൊണ്ട് കൊടുക്കുന്നു. അപ്പോഴും അനീഷ് പറയുന്നുണ്ട്, കണ്ടില്ലേ നെവിനൊക്കെ നിന്നോട് എത്രമാത്രം ലഹള കൂടിയത്, ഇപ്പോൾ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ സ്നേഹം. അപ്പോൾ അനു പറയുന്നുണ്ട്, തിരിച്ച് ഞാൻ അയാളെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്, അവനത് മതി, നമ്മൾ സന്തോഷമായിട്ട് ചിരിച്ച് യെസ് പറഞ്ഞാൽ മതി, അവനത് മതി. ഞാനും അങ്ങോട്ട് അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത്. ശരിയാണ്, നമ്മൾ ഇങ്ങോട്ട് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയല്ലേ നമുക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ നിവിൻ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് പറയുന്നുണ്ട് അക്ബറോട്, നീ വലിയ നല്ല പിള്ള ചമയുണ്ടാകുന്നു. അപ്പോൾ അക്ബർ ചോദിക്കും, നീയാണ് ഇപ്പോൾ നന്മമരം ചമയണ്, ഞാനല്ല. അങ്ങനെ അവർ തമ്മിലൊരു ചെറിയൊരു അടിയുണ്ട്. അക്ബർ എല്ലാവരോടും ലഹളയ്ക്ക് നിൽക്കുകയാണ്. അക്ബർ നല്ലൊരു പാട്ടുകാരനാണ്. അവൻ പല പാരടികളും പാടി. അനുവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ. ആദ്യം അനീഷിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ അതൊന്നും ഏശുന്നില്ല എന്ന് കണ്ടപ്പോൾ അനുവിൻ്റെ മേലേക്കായി. വേണ്ടാത്ത ഓരോ പാരടികൾ. അവനൊരു നല്ലൊരു ഗായകനാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല പാട്ടുകൾ പാടിയ ആ അന്തരീക്ഷം എത്രമാത്രം നന്നാവും. അതൊന്നും ചിന്തിക്കാതെ വേണ്ടാത്ത ഓരോ പാട്ടുകളും പാടി. അവൻ്റെ വിചാരം അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എത്ര കാണികൾ അതിനെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടെന്ന് അവൻ അറിയുന്നില്ല. അവൻ പുറത്തിറങ്ങി അവൻ്റെ എല്ലാ ഫെയിമും പോലും പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനത് ഇടയ്ക്ക് ബിഗ് ബോസിനോട് ചോദിക്കുന്നുമുണ്ട്, ബിഗ് ബോസേ എനിക്ക് എൻ്റെ ഇതൊക്കെ നഷ്ടപ്പെടുമോ? അപ്പോൾ അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ എന്താ വേണ്ട ആളുകൾ? നമ്മൾ നല്ല രീതിയിൽ അവിടെ പെരുമാറണം, അതല്ലേ വേണ്ടത്. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടും അവൻ എന്താ അങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഷാനവാസ് ഒട്ടും കുറവല്ല. പിന്നെയും ഷാനവാസ് മുകളിലേക്ക് തന്നെയാണ് പോണത് സംസാരത്തിൽ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ. ഇനിയും നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാവട്ടെ, നല്ല ടാസ്ക് ഉണ്ടാവട്ടെ, നമുക്കത് കാണാം. നന്ദി, നമസ്കാരം.